നമ്മുടെ വാഹനം ആ കോമ്പൗണ്ടിൽ തന്നെ ഫീസൊടുക്കി പാർക്ക് ചെയ്യണം. അഗസ്ത്യാർകൂടത്തിന്റെ കവാടമാണിത്. ഇനി അങ്ങോട്ട് വാഹനങ്ങളോ യന്ത്ര സൗകര്യങ്ങളോ ഇല്ല. സ്വന്തം കാലുകളെ മാത്രം വിശ്വസിച്ച് യാത്ര തുടരണം. 2 ദിവസത്തേക്ക് പാർക്കിംഗ് ഫീ ബൈക്കിന് 40 രൂപയും കാറിന് 100 രൂപയുമാണ്. ക്യാമറയുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ചാർജുമുണ്ട്. 20 രൂപ നിരക്കിൽ വടി ലഭിക്കും. പലരും വേണ്ട എന്ന് വെക്കുമെങ്കിലും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒത്തിരിയേറെ ഉപകരിക്കാൻ പോകുന്നത് ഈ വടിയാണ്. മുന്നോട്ടുള്ള വീഡിയോകളിൽ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. വടിക്ക് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുകയാണ്. അടി എങ്ങനെയുണ്ടാ? എടാ, ഈ വടി എന്തിനെന്നറിയാമോ? ക്യാമറ എടുക്കുന്നവന്മാരെ ശരിക്കും വടി എന്തിനെന്ന് വെച്ചാല് നമ്മള് നിലത്ത് നടന്നു നീങ്ങുമ്പോൾ പാമ്പുകളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ പ്രകമ്പനം കൊണ്ട് അത് വഴി മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒന്ന് നീ തളരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമായിട്ടാണ് വടി. അയ്യോ, പിന്നുള്ളതാണ് ക്യാമറ. അത് ഇതിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. കട്ട് ചെയ്തു, ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇതിലേശേട്ടൻ തകൃതിയായ പാക്കിങ്ങിലാണ്. പ്ലാസ്റ്റിക് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി കുറെ പ്ലാസ്റ്റിക് മാറ്റിക്കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പൊ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കുന്നവരെ പേര് വിളിച്ചിട്ട്, ഓൾറെഡി ഓർഡർ ചെയ്തവരെ പേര് വിളിച്ചിട്ട് വിളിക്കുന്നതാണ് നേരത്തെ കേട്ടത്. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. യോധയാ കറുമ്പി. കടിച്ചോ അതിനെ തന്നെ കടിച്ചോ. കടിക്കില്ല പാവല്ലേ ഞാൻ. അതാണ് അരുൺ മുരളീധരൻ. ഇനി ഒരാളെ കാണിച്ചു. ഓ, പോയി അരുണിന്റെ അടുത്ത് പോയി. ഒരു ലിസ്റ്റ് അനുസരിച്ച് വിളിക്കണം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമുക്ക് പതുക്കെ വേണമെങ്കിൽ നടക്കാം, സ്പീഡായിട്ട് നടക്കാം. കിടക്കാം. ഗൈഡ് ഉണ്ട്. ഗൈഡ് ഇവിടെ നിന്ന് അങ്ങനെ വലിയ റിസ്ക് ഇല്ലടാ. റിസ്ക് പറഞ്ഞാൽ മോളിൽ പോകുമ്പോഴാണ്. അങ്ങോട്ട് ചെല്ലുന്നതും റിസ്കിൻ്റെ ഫാക്ടർ കൂടും, ആൾക്കാരുടെ എണ്ണം കുറയും. കുറച്ചു നേരത്തെ പോസ്റ്റിന് ശേഷം ID വെരിഫൈ ചെയ്തു തുടങ്ങി. സിയാദ്